ZUPSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീഫ. കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തിരുന്നത് GS1 ബന്ധപ്പെട്ട NCERTകളും അതിൻ്റെ കണ്ടൻറ് വിശദീകരണങ്ങളുമായിരുന്നു. ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് GS2 പൊളിറ്റി, GS3 എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകളുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന NCERTകളും അവയുടെ ഡീറ്റെയിൽസുമാണ്. GS2 പൊളിറ്റിയിൽ നമുക്ക് 9th മുതൽ 12th വരെയുള്ള NCERTകളാണ് വായിക്കാനുള്ളത്. 6th മുതൽ 9th വരെ പൊളിറ്റി ഉണ്ട്, പക്ഷേ അത് വളരെ ബേസിക്കാണ്. നിങ്ങൾക്ക് അത്രയും ബേസിക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം 6th മുതൽ 9th വരെയുള്ള NCERT വായിച്ചാൽ മതി. അതിലെല്ലാം ഒരു കഥ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 9th മുതൽ 12th വരെയുള്ള NCERTകളാണ്. ഇതിൽ ഫസ്റ്റ് NCERT എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1 എന്ന് പറയുന്ന ബുക്കാണ്. ദെൻ 10th സ്റ്റാൻഡേർഡിലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 2. 11th സ്റ്റാൻഡേർഡിൽ 2 ബുക്കുകൾ വായിക്കാനുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ആൻഡ് പൊളിറ്റിക്കൽ തിയറി. 12th സ്റ്റാൻഡേർഡിലും 2 ബുക്കുകളുണ്ട്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. ഇത്രയും ബുക്കുകളാണ് പൊളിറ്റിയിൽ വായിക്കാനുള്ളത്. 6th മുതൽ 9th വരെയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം, വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം, കമ്പൽസറി അല്ല. 9th മുതൽ 12th വരെയുള്ള ബുക്ക് വായിച്ചാൽ മതി. ഇതും ബേസിക്കാണ്, വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ പൊളിറ്റിക്സ് വായിക്കുമ്പോൾ നമുക്ക് തിയറി പാർട്ടിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വിവിധ എക്സാമ്പിൾസ് വെച്ചിട്ട് നന്നായി തന്നെ എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഈ 9th മുതൽ 12th വരെയുള്ള ബുക്കിൽ. സോ അത് വായിക്കുന്നത് നന്നായിരിക്കും. ഇത് കഴിഞ്ഞാൽ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ 9th മുതൽ 12th വരെയുള്ള ഈ ബുക്കുകൾ ജസ്റ്റ് ഒരു റെഫറൻസായി മാത്രം കരുതും. സോ 9th സ്റ്റാൻഡേർഡിൽ വായിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ഡെമോക്രസി, വൈ ഈസ് ഡെമോക്രസി, എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളതുണ്ട്. ദെൻ ഇലക്ടോറൽ പൊളിറ്റിക്സ്, വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ വിശദമായിട്ട് തന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ 10th സ്റ്റാൻഡേർഡിലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 2 എന്ന് പറയുന്ന ബുക്കിലെ ഡെമോക്രസി എന്താണ്, ഡൈവേഴ്സിറ്റി എന്താണ്, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്, ഫെഡറലിസം, പോപ്പുലർ സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി, ചലഞ്ചസ് ടു ഡെമോക്രസി തുടങ്ങി നിരവധി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ആണ് നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെയിം 9th സ്റ്റാൻഡേർഡിൽ വാട്ട് ഈസ് ഡെമോക്രസി, വൈ ഈസ് ഡെമോക്രസി എന്ന് പറഞ്ഞതുപോലെ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹൗ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ്സുകൾ ഏതൊക്കെയാണ്, ദെൻ ഇലക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 ബേസിക് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫെഡറലിസത്തെക്കുറിച്ച് പറയുന്നു, ലോക്കൽ ഗവൺമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്, പിന്നെ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രിയാമ്പിളിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ബുക്ക് വായിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ദെൻ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന ബുക്കിലേക്ക് വരുമ്പോൾ ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, റൈറ്റ്സ്, സിറ്റിസൺഷിപ്പ്, നാഷണലിസം, സെക്യുലറിസം, പീസ്, ഡെവലപ്മെൻറ്റ് തുടങ്ങി നിരവധി ടോപ്പിക്കുകളെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആ ബുക്കിൽ തരുന്നുണ്ട്. സോ അതും വായിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. 12th സ്റ്റാൻഡേർഡിലെ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിൽ അധികമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അതിൽ വേൾഡ് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോൾ ഇതൊരു ഹിസ്റ്ററിയാണ്, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഹിസ്റ്ററി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നാഷണൽ ബിൽഡിങ്ങിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്, എറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ്, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ചലഞ്ചസ് ടു restoration of the Congress system, crisis of democratic order, rise of popular movements, regional aspirations, recent developments in Indian politics തുടങ്ങിയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിന് ഇൻഡിപെൻഡൻസ് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ 9th മുതൽ 12th വരെയുള്ള ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുക. സോ ഇത്രയുമാണ് പൊളിറ്റിയിൽ വായിക്കാനുള്ള NCERTകൾ എന്ന് പറയുന്നത്. ഇനി GS3 കടക്കുകയാണെങ്കിൽ GS3 ഫസ്റ്റ് ടോപ്പിക്കാണ് എക്കണോമിക്സ്. എക്കണോമിക്സിലും 9th മുതൽ 12th വരെയുള്ള ബുക്കുകളാണ് 9th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സ്, 10th സ്റ്റാൻഡേർഡിലെ അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, 11th സ്റ്റാൻഡേർഡിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് വായിക്കാനുള്ളത്
ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കാണ്. 12th സ്റ്റാൻഡേർഡിലും 2 ബുക്കുകളുണ്ട്, ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബുക്കുകൾ 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റും 12th സ്റ്റാൻഡേർഡിലെ ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സുമാണ്. ഈ 2 ബുക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമുക്ക് കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നമുക്ക് ഓരോ ബുക്കുകളുടെയും കണ്ടൻറ്റുകളൊന്ന് നോക്കാം. 9th സ്റ്റാൻഡേർഡിൽ ഒരു കഥ പോലെയാണ് എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെ തന്നിരിക്കുന്നത്. ഇൻട്രൊഡക്ഷനായിട്ട് നമുക്കത് 9th സ്റ്റാൻഡേർഡിലെ ബുക്കിലേക്ക് കരുതാം. അതിൽ നമുക്ക് വായിക്കാനുള്ളത് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് മാത്രമാണ്. പോവർട്ടി ആസ് എ ചലഞ്ച്, ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് മാത്രമാണ് എക്കണോമിക്സിൽ നമുക്ക് കാര്യമായിട്ട് വായിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരു കഥ പോലെ നോക്കി വയ്ക്കാം. 10th സ്റ്റാൻഡേർഡിൽ അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ്, ഇന്ത്യൻ എക്കണോമിയുടെ സെക്ടേഴ്സ് ഏതൊക്കെയാണ്, മണി ഇൻ ക്രെഡിറ്റ്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, കൺസ്യൂമർ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള ചില ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാം. ദെൻ 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് ഇന്ത്യൻ എക്കണോമി ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിലും അതിന് ശേഷവും എത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇന്ത്യൻ എക്കണോമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ എക്കണോമി എങ്ങനെയായിരുന്നു, തുടർന്ന് അങ്ങോട്ട് എന്തൊക്കെയാണ് ഉണ്ടായത്, LPG റിഫോംസ്, പിന്നെ പോവേർട്ടി, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി, എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാകുന്നു, ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടാകുന്നു, കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ബുക്ക് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്കണോമിയുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡിപെൻഡൻസിന് ശേഷം എക്കണോമിയിൽ ഡെവലപ്മെൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 12th സ്റ്റാൻഡേർഡിൽ വായിക്കേണ്ടത് 2 ബുക്കുകളാണെന്ന് പറഞ്ഞു. ഇതിൽ ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാക്രോ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും. അതിൽ എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മണി ആൻഡ് ബാങ്കിങ്, ഇൻകം ഡിറ്റർമിനേഷൻ, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി, ഓപ്പൺ എക്കണോമി. ഇത്രയും ടോപ്പിക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിൽ ബേസിക്കായിട്ട് ഈ 2 ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോകേണ്ടത് കറണ്ട് അഫെയേഴ്സിലേക്കാണ്. സോ കറണ്ട് അഫെയേഴ്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസ് കിട്ടണം. എന്താണ് മണി ആൻഡ് ബാങ്കിങ്, എന്താണ് ബാങ്കിങ്, മണി എന്താണ്, RBI എന്താണ്, RBIയുടെ റോൾ എന്തൊക്കെയാണ്, ഇനി അതല്ല ഇൻഫ്ലേഷൻ എന്താണ്, ഡിഫ്ലേഷൻ എന്താണ് തുടങ്ങിയിട്ട് നിരവധി കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ മാക്രോ എക്കണോമിക്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ്, നമ്മുടെ എക്കണോമി മുൻപ് എങ്ങനെയായിരുന്നു, ഇൻഡിപെൻഡൻസിന് ശേഷം എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണെങ്കിൽ 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കും വായിച്ചാൽ മതി. സോ ഇത്രയുമാണ് എക്കണോമിക്സിൽ വായിക്കാനുള്ളത്. 9th മുതൽ 12th വരെയുള്ള ബുക്കുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റും 12th സ്റ്റാൻഡേർഡിലെ മാക്രോ എക്കണോമിക്സും. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി, എൻവിറോൺമെൻറ്റ്, എക്കോളജി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന NCERTകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവയെല്ലാം കറണ്ട് അഫെയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. GS3 എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ ഒരു കറണ്ട് അഫെയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണെന്ന് തന്നെ പറയാം. ഇന്ത്യൻ എക്കണോമി ആയാലും ഈ സബ്ജക്റ്റുകളായാലും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ബേസിക്സ് കിട്ടണം. ഏതൊക്കെ ആയാലും ചില ടേംസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NCERT വായിക്കുന്നത്. ഇതിൽ 6th മുതൽ 12th വരെയുള്ള ജനറൽ സയൻസ് NCERT ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ 6th മുതൽ 12th വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ ബുക്കുകളിലും സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് മാത്രം വായിച്ചാൽ മതി. അതിൻ്റെ ലിസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. 6th സ്റ്റാൻഡേർഡിൽ 9th ചാപ്റ്റർ മാത്രം വായിച്ചാൽ മതി, ലിവിങ് ഓർഗാനിസം, വിച്ച് ഈസ് റിലേറ്റഡ് ടു എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റ്. ദെൻ 7th സ്റ്റാൻഡേർഡിൽ 7th and 9th ചാപ്റ്റർ വെതർ, ക്ലൈമറ്റ് ആൻഡ് സോയിൽ. 8th സ്റ്റാൻഡേർഡിൽ 1st, 5th, 7th, 12th and 18th ചാപ്റ്റേഴ്സ് ക്രോപ്പ്, coal and petroleum, conservation, friction, pollution of air and water. 9th സ്റ്റാൻഡേർഡിലെ 14th ചാപ്റ്റർ നാച്ചുറൽ റിസോഴ്സസ്. 10th സ്റ്റാൻഡേർഡിലെ 14, 15, 16 ചാപ്റ്റേഴ്സ് എനർജി, അവർ എൻവിറോൺമെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ്. 11th ചാപ്റ്ററിലെ കെമിസ്ട്രിയിലെ എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നൊരു ചാപ്റ്റർ വായിക്കാനുണ്ട്. ദെൻ 12th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ 16th ചാപ്റ്ററായ കെമിസ്ട്രി ഇൻ എവരിയുടെ, അതുപോലെ തന്നെ ബയോളജിയിലെ 8, 9, 10 ഹ്യൂമൻ ഹെൽത്ത്, ഫുഡ് പ്രൊഡക്ഷൻ,
ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അതായത് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, ഈ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സ്, അതായത് ഒരു യൂണിറ്റാണ് ബയോളജിയിലെ ലാസ്റ്റ് യൂണിറ്റാണ് ഈ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സ് കണ്ടൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റ് വായിക്കാനായിട്ട്. എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത് ഇതാണ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ജോഗ്രഫി വായിക്കുന്ന സമയത്ത് ചില പോർഷൻസൊക്കെ GS3 എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഇത് വായിക്കുന്ന സമയത്ത് കണക്ട് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അങ്ങനെ NCERTs ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് കറണ്ട് അഫെയേഴ്സ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് വേർഡ്സ് കാണുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. സോ എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എക്കോളജി എന്താണ്, ബയോംസ് എന്താണ്, അതുപോലെയുള്ള ഒരുപാട് ടേംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഈ 6th മുതൽ 12th വരെയുള്ള NCERTസിലെ ഈ സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് വായിക്കുന്നത് നന്നായിരിക്കും. സോ ഇത്രയുമാണ് GS1, GS2 ആൻഡ് GS3 എന്നീ സബ്ജക്റ്റുകളിൽ വായിക്കാനുള്ള NCERTകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അവയുടെ എക്സ്പ്ലനേഷനും. ഇനി അടുത്ത വീഡിയോയിൽ ഓരോ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിലബസുകളെ നമുക്ക് നന്നായി പരിചയപ്പെടാം. അത് കഴിഞ്ഞ് വായിക്കാനുള്ള ഓരോ NCERTകളും ചാപ്റ്റർ വൈസ് ആയിട്ട് പരിചയപ്പെടാം. സോ അടുത്ത ക്ലാസ്സിൽ GS1 ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിലബസിനെ കുറിച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.